ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ കയ്യിൽ ഒരു കുഞ്ഞു വാവയുണ്ട്. അപ്പം അമ്മയും മോളും കളിച്ചും ചിരിച്ചും കളിപ്പിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുവാവ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്മ പാട്ട് പാടി കൊടുക്കുക. രസകരമായ പാട്ടാണ് പാടിയത്. ജോണി ജോണി യെസ് പപ്പ ഈറ്റിംഗ് ഷുഗർ നോ പപ്പ, അതായിരുന്നു പാടിയത്. കുട്ടി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ പാട്ടൊന്ന് മാറ്റി. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വേർ ആർ യു ഗോയിങ് എന്നുള്ള പാട്ടായി. അപ്പോൾ കുറേ നേരം ഈ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഈ അമ്മ പാടുന്ന പാട്ട് ജോണി ജോണി യെസ് പപ്പയും ബട്ടർഫ്ലൈയും ആണ്. അപ്പോൾ ഞാൻ ഓർത്തു, പണ്ടത്തെ അമ്മമാരൊക്കെ കുഞ്ഞിനെ ഉറക്കാൻ എത്രയോ താരാട്ട് പാട്ടുകൾ പാടുന്നുണ്ട്. ഈ ജോണി ജോണി യെസ് പപ്പയും ഈ പറയുന്ന പോലെ ബട്ടർഫ്ലൈ ഒന്നും മോശമായ പാട്ടാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ കുറേ ആയിട്ട് പാട്ടുകളൊന്നും കാണാതെ പഠിക്കണ്ട എന്ന രീതിയൊക്കെ വന്നതുകൊണ്ട് ടീച്ചേഴ്സും കുട്ടികളെ അങ്ങനെ നിർബന്ധിക്കാറില്ല കാണാതെ പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് കവിതകൾ, അത് ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും മലയാളത്തിലായാലും ഒക്കെ കാണാപ്പാഠം പഠിച്ച ആ ഒരു ഓർമ്മ കുട്ടികൾക്കില്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമ്മ മലയാളം, മാതൃഭാഷ, അതിൻ്റെ ഇടയിൽ കുറേ ആംഗലേയ പദങ്ങൾ തിരികെ സംസാരിച്ചാൽ മാത്രമേ സ്റ്റാൻഡേർഡ് ആവുകയുള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ മലയാളത്തെ വികൃതമാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. ശുദ്ധമായ രീതിയിൽ ഒരു സെന്റൻസ് നമുക്ക് മലയാളത്തിൽ പറയാൻ പ്രയാസമാണ് ഇപ്പോൾ. കാരണം സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ മലയാള വാക്യങ്ങളുടെ ഇടയിൽ ഇംഗ്ലീഷ് ശബ്ദം തിരികെ കയറ്റി തുടങ്ങി. ആക്ച്വലി ദാറ്റ് മീൻസ് ഇപ്പോൾ വന്നിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ശുദ്ധമായ മലയാളത്തിലൊരു കുറച്ച് നേരം സംസാരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിൽ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും മറ്റു ഭാഷകളെല്ലാം ചേർത്തിട്ടൊരു മിക്സ്ഡ് പരുവത്തിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ മാതൃഭാഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ ശുദ്ധമായ മലയാളം, ഇപ്പോൾ മലയാളത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ പൂർണ്ണമായി മലയാളത്തിൽ സംസാരിക്കുക. ഹിന്ദിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ പൂർണ്ണമായി ഹിന്ദി തന്നെ സംസാരിക്കുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുക. നമ്മുടെ മലയാളത്തെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കണം കേട്ടോ. ബി ഹാപ്പി.